ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? പല വെറൈറ്റിയിൽ നാരങ്ങ അച്ചാർ നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് നമ്മൾ റെഡിയാക്കണ നാരങ്ങ അച്ചാർ പലരും കഴിച്ചിട്ടോ കേട്ടിട്ടോ പോലും ഉണ്ടാവില്ല. അങ്ങനെ ഒരു വെറൈറ്റി നാരങ്ങ അച്ചാറാണ് ഇന്നത്തെ സ്പെഷ്യൽ. 8-9 നാരങ്ങ എടുത്ത് കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചേക്കുന്നതാട്ട. 8-9 എടുത്ത് പറയാൻ കാരണം ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ കുറേ ഉണ്ടാക്കണ്ട. നമുക്ക് ഫ്രിഡ്ജിൽ അല്ലാണ്ട് സൂക്ഷിക്കുകയാണെങ്കിൽ 1 മാസം വരെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 മാസം എക്സ്ട്രാ നമുക്ക് കിട്ടും. ഫ്രിഡ്ജിലൊന്നും വെക്കാണ്ട് തന്നെ നമുക്ക് 1 മാസം സൂക്ഷിച്ചാൽ മതി. ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കിക്കോളും. നാരങ്ങ മുറിച്ച് അതിൻ്റെ നീരാണ് എടുക്കാൻ പോണേ. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാത്ത കാരണം എടുക്കണ സാധനങ്ങളൊക്കെ ഡ്രൈ ആയിരിക്കാനായിട്ട് സൂക്ഷിച്ചോളൂ കേട്ടോ. നാരങ്ങ മുറിച്ച് നീരെടുക്കാം. നമുക്ക് ഇതുപോലെ നമുക്ക് എല്ലാ നാരങ്ങ മുറിച്ച് നീരെടുത്ത് വെക്കാം കേട്ടോ. എല്ലാ നാരങ്ങയുടെയും നീര് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് അത് മാറ്റി വെക്കാം. അപ്പം എല്ലാവർക്കും ഒരു സംശയം വരും, നാരങ്ങയുടെ നീരെടുത്ത് കഴിയുമ്പോൾ ഈ തൊലി എന്താ ചെയ്യേണ്ടതെന്ന്. ഇന്ന് ഉണ്ടാക്കണ അച്ചാറിന് നമ്മൾ തൊലി ഉപയോഗിക്കില്ല, നീര് വെച്ചിട്ടാണ് അച്ചാർ റെഡിയാക്കാൻ പോണേ. പക്ഷേ ഈ തൊലി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമുക്ക് മുറിച്ചിട്ട് ആവി കയറ്റി അതൊന്ന് തണുത്തതിൻ്റെ ശേഷം ഉപ്പും പുരട്ടി എടുത്ത് വെക്കുക. തൊലി സോഫ്റ്റ് ആയതിൻ്റെ ശേഷം സാധാരണ നമ്മൾ നാരങ്ങ അച്ചാർ ഇടില്ലേ, ആ രീതിയിൽ തന്നെ ഇട്ട് വെച്ചാൽ മതിട്ടോ. നല്ല സ്വാദ് ഉണ്ടാവും. അച്ചാറിന് നമുക്ക് 2-3 സാധനങ്ങൾ വറുത്തെടുക്കാനുണ്ട്. 1 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് നല്ലോണം പൊട്ടി ജാറിലേക്ക് മാറ്റാം. 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതെല്ലാം വറുത്തെടുക്കാം. വറുത്ത എല്ലാ സാധനവും ജാറിലേക്ക് ചേർക്കുന്നുണ്ട്. അതേ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിക്കോളൂ കേട്ടോ. ചേർക്കുമ്പോൾ ഒന്ന് മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇതും ഒന്ന് ചൂടാക്കി എടുക്കാം. പാൻ നല്ല ഹീറ്റായിരിക്കും, അത് കാരണം ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യം വരില്ല. പൊടികളും നല്ലോണം ചൂടായി. നമ്മൾ വറുത്ത സാധനങ്ങൾ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. വറുത്ത സാധനങ്ങളൊക്കെ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അച്ചാർ റെഡിയാക്കാം. ഈ അച്ചാറിന്റെ പ്രത്യേകത തന്നെ നമ്മൾ ഇതുവരെ ഒരു അച്ചാറിലും ചേർക്കാത്ത ഒരു ഇൻഗ്രീഡിയൻസ് ഈ അച്ചാറിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. എണ്ണ ചൂടാവുമ്പോൾ 15 വെളുത്തുള്ളിയുടെ അല്ലി ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒന്ന് സോഫ്റ്റ് ആവട്ടെ. പല വീഡിയോയിലും കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഇല്ലത്ത് വെളുത്തുള്ളി ഉപയോഗിക്കോ ചെറിയ ഉള്ളി ഉപയോഗിക്കോ എന്നൊക്കെ. പണ്ടൊന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ഇല്ലങ്ങളിലും അറിയില്ല, എൻ്റെ ഇല്ലത്തും തറവാട്ടിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉള്ളി സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളി ചേർക്കാണ്ടിരിക്കുമോ? മസാലക്കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഉപയോഗിക്കാറുണ്ട്. കൂട്ടാൻ വറുത്തിടാനായിട്ട് ചെറിയ ഉള്ളി ഇട്ട് വറുത്തിടാറുണ്ട്. പഴയ ആൾക്കാർ ഉപയോഗിക്കാറില്ല, അത് ഇപ്പോഴും ഇല്ല കേട്ടോ. പുതിയ വരുന്ന തലമുറകളിൽ എല്ലാവരും വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് കേട്ടോ. 10 ചെറിയ ഉള്ളി 2ആയിട്ട് മുറിച്ചത്. മിക്ക അച്ചാറുകളിലും നമ്മൾ ഉള്ളി ചേർക്കാറില്ല, പക്ഷെ ഈ അച്ചാറിൽ ഉള്ളി ചേർക്കാറുണ്ട്. ഉള്ളി ഒന്ന് സോഫ്റ്റ് എടുക്കാം. ഒന്നും കളറൊന്നും മാറണ്ട കേട്ടോ, ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. ഉള്ളി സോഫ്റ്റ് ആവുമ്പോൾ 5 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പച്ചമുളകും കുരുമുളകും ചേർക്കണ കാരണമാണ് സാധാരണ മുളക് പൊടി ഉപയോഗിക്കാത്തത്. നിങ്ങൾക്ക് നല്ലോണം എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ മുളക് പൊടി ഉപയോഗിച്ചോളൂ കേട്ടോ. നമ്മൾ പൊടി വറക്കണില്ലേ, ആ സമയത്ത് തന്നെ ചേർത്ത് വറുത്തെടുത്താൽ മതി. പച്ചമുളക് ഒന്ന് സോഫ്റ്റ് ആവണം. പച്ചമുളക് സോഫ്റ്റ് ആയതിൻ്റെ ശേഷം നമ്മൾ ചൂടാക്കി വെച്ചേക്കണ മുളക് പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർക്കാം. പൊടിച്ച് വെച്ചേക്കണ പൊടിയും ചേർക്കുന്നുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടിയെല്ലാം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കണ നാരങ്ങ നീര് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നല്ല നീരുള്ള നാരങ്ങ നോക്കി എടുത്തോളൂ കേട്ടോ. അപ്പം നല്ലോണം നീര് കിട്ടും. അതുപോലെ പിഴിയുന്നതിൻ്റെ മുമ്പ് കയ്യിൽ വെച്ച് ഒന്ന് ഞെരടിയതിൻ്റെ ശേഷം നാരങ്ങ പിഴിഞ്ഞ് നോക്കൂ, നീര് കൂടുതൽ കിട്ടും. നാരങ്ങ നീര് ചേർത്തതിൻ്റെ ശേഷം അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ശർക്കരപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിന് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർത്തോളൂ. ഇത് ചേർക്കുന്നത് പുളി എരിവെല്ലാം ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒന്ന് തിളക്കട്ടെ. 1 മിനിറ്റിൻ്റെ അടുത്ത് നല്ലോണം തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് നമ്മൾ തിളപ്പിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലെ കുറുകി കിട്ടൂട്ട. നിങ്ങൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും നീരെടുത്ത് അച്ചാർ ഉണ്ടാക്കുമ്പോൾ പച്ചവെള്ളം പോലെ ഇരിക്കില്ലേന്ന്. ഒരിക്കലും ഉണ്ടാവില്ല. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാക്കാനും പറ്റും. ഒരു വെറൈറ്റി അച്ചാറായിരിക്കും കേട്ടോ. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടാവും. 100% ഗ്യാരണ്ടി ഞാൻ തരാം. ഇനി നമ്മൾ അച്ചാറിലേക്ക് വറുത്തിടാം. ഞാൻ ബൗളിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അച്ചാറിന് എത്ര കട്ടിയുണ്ട് എന്നുള്ളത്. ഇത് ചോറിന് വെറുതെ
കുത്തി കഴിക്കാൻ പോലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അച്ചാറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരു അച്ചാറായി. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർക്കുന്നുണ്ട്. നല്ലെണ്ണ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ, അച്ചാറ്. 1 ടീസ്പൂൺ കടുക് പൊട്ടുമ്പോൾ 2 ചുവന്ന മുളകും കുറച്ച് വേപ്പില. നമുക്കിത് അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്തിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ വിനാഗിരി ഒന്നും ചേർക്കണ്ട കേട്ടോ. നമ്മൾ നാരങ്ങ നീര് എടുത്തിട്ടാണ് അച്ചാർ റെഡിയാക്കി വെക്കണേ. കേടുവന്ന് പൂപ്പൽ വരെ ഒന്നും ഉണ്ടാവില്ല. വിനാഗിരി ഒന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ 2-3 വെറൈറ്റി നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിലൊക്കെ വെറൈറ്റിയാണ് ഈ നാരങ്ങ അച്ചാർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.